എല്ലാവർക്കും നമസ്കാരം. കേരള സർവീസ് റൂൾസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പരീക്ഷാ തീയതികളെല്ലാം കേരള PSC പുറത്തുവിട്ടിരിക്കുകയാണ്. കേരള സർവീസ് റൂൾസാണ് ആദ്യത്തെ പരീക്ഷ. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മൾ ഫലപ്രദമായിട്ട് പഠിക്കേണ്ടത് എന്ന് നമ്മൾ സ്റ്റഡി പ്ലാൻ എന്ന വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജനുവരിയിൽ നടന്ന KSRന്റെ ഹയർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളാണ്. KSR പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു സീരീസ് ആരംഭിച്ചിരുന്നു. അതിലെ പാർട്ട് 4 ആണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൽ KSR ലോവർ പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണെങ്കിലും ഹയർ എക്സാമിന് പഠിക്കുന്നവരാണെങ്കിലും രണ്ടിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ രണ്ടിൻ്റെയും സിലബസ് സെയിം തന്നെയാണ്. KSRയുമായി ബന്ധപ്പെട്ട് 2 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. വോളിയം 1 ആൻഡ് വോളിയം 2. വോളിയം 1 ജനറൽ സർവീസ് കണ്ടീഷൻസ് ആൻഡ് ട്രാവലിംഗ് അലവൻസിനെ കുറിച്ച് പറയുന്നു. വോളിയം 2 പെൻഷനെ പറ്റി പ്രതിപാദിക്കുന്നു. ഇപ്പോൾ KSRയുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ മുൻകാല വർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ KSR നമുക്ക് പാസ്സാകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. മുൻകാല വർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, KSRൻ്റെ പുസ്തകത്തിലെ ഏതൊക്കെ പോർഷൻസാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്ന കാര്യം. മാത്രമല്ല പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും ശരിയാക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ മുൻകാല വർഷ ചോദ്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അവയെല്ലാം നമ്മൾ ശരിയാക്കിയില്ലെങ്കിൽ നമുക്ക് എന്തായാലും മാർക്ക് കുറയും. പല ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമ്മൾ KSRൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കി ഉത്തരത്തിലെത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ധാരാളം പ്രോബ്ലംസ് നമുക്ക് ഇതുവരെ കാണാത്ത ചോദ്യങ്ങളെല്ലാം KSRൻ്റെ ചോദ്യ പേപ്പറിൽ ചിലപ്പോൾ കണ്ടെന്ന് വരാം. പക്ഷെ അതെല്ലാം വർക്കൗട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് കണക്കാക്കുക, DA കണക്കാക്കുക, TA കണക്കാക്കുക, പെൻഷൻ കണക്കാക്കുക, സാലറി ഫിക്സേഷൻ കണക്കാക്കുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ്. മറ്റ് പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് KSR നമുക്ക് 2 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഈ 2 മണിക്കൂർ നമുക്ക് തന്നിരിക്കുന്നത് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ കൂടിയാണ്. അപ്പോൾ അതിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ 100 ചോദ്യങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം പിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ശേഷം പ്രോബ്ലംസിലേക്ക് കിടക്കുന്നതാണ് ഉചിതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുൻകാല വർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് അതിൽ എല്ലാവരും ശരിയാക്കുന്ന ചോദ്യങ്ങൾ കണ്ടെത്തി അവയെല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് റിവിഷൻ നടത്തണം. അത് ഓക്കെ ആയതിനു ശേഷം മാത്രമേ നമുക്ക് പ്രോബ്ലംസിലേക്ക് കടന്നാൽ മതിയാകൂ. പ്രോബ്ലംസിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വർഷത്തിലെ KSR പരീക്ഷയ്ക്ക് കേരള PSC ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. The authority to grant premature increment to an officer in recognition of meritorious service. സുദീർഘമായ സേവനത്തിനുള്ള അംഗീകാരമായി ഒരു ഉദ്യോഗസ്ഥന് അകാല ഇൻക്രിമെൻ്റ് നൽകാനുള്ള അധികാരം. ആൻസർ: ദ ഗവൺമെൻറ്, സർക്കാർ. ഇൻ കേസ് വേർ അപ്ലിക്കേഷൻസ് ഫോർ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഈസ് സബ്മിറ്റഡ് ആഫ്റ്റർ ദ date of retirement but before the expiry of 1 year from the date of retirement, commutation shall become absolute. വിരമിക്കൽ തീയതിക്ക് ശേഷം പെൻഷൻ കമ്മ്യൂട്ടേഷനായി അപേക്ഷ സമർപ്പിച്ചാൽ എന്നാൽ വിരമിക്കൽ തീയതി മുതൽ 1 വർഷം തികയുന്നതിന് മുമ്പ് കമ്മ്യൂട്ടേഷൻ സമ്പൂർണ്ണമാകും. ആൻസർ: on the date of receipt of application by the pension sanctioning authority. പെൻഷൻ അനുവദിക്കുന്ന അതോറിറ്റി അപേക്ഷ സ്വീകരിക്കുന്ന തീയതിയിൽ. If holidays are prefixed to leave, the leave and consequent rearrangement of pay and allowance takes effect from. അവധി ദിനങ്ങൾ അവധിക്ക് പ്രിഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവധിയും തുടർന്നുള്ള ശമ്പളവും അലവൻസും പുനഃക്രമീകരണവും പ്രാബല്യത്തിൽ വരുന്നത്. ആൻസർ: ദ ഫസ്റ്റ് ഡേ ആഫ്റ്റർ ദ ഹോളിഡേയ്സ്. അവധി കഴിഞ്ഞ് ആദ്യ ദിവസം. റൂൾ 37B Part 1 KSR does not apply to cases.
അപ്പോൾ ഇത് പുസ്തകം നോക്കി എഴുതേണ്ട ചോദ്യമാണ്. KSRൻ്റെ പാർട്ട് 1 റൂള് 37B എന്തൊക്കെ ബാധകമല്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി റിവേർഷൻസ് ആണ്. അപ്പോൾ ഇത് പുസ്തകം നോക്കി റൂൾ 37B റെഫർ ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പെടാത്തത് കണ്ടുപിടിക്കുക. When an officer is placed under suspension while on leave without allowance, he shall not be eligible for any subsistence allowance during the period of leave. ഒരു ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിൽ ആയിരിക്കുമ്പോൾ, അലവൻസ് ഇല്ലാതെ അവധിയിലായിരിക്കുമ്പോൾ, അവധി കാലയളവിൽ അയാൾക്ക് ഒരു ഉപജീവന അലവൻസിനും അർഹതയുണ്ടായിരിക്കില്ല. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജോയിനിങ് ഡേറ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ആൻ ഓഫീസർ വാസ് ട്രാൻസ്ഫേർഡ് ടു എ ന്യൂ സ്റ്റേഷൻ which was 78 kilometers away at his own request. He was relieved from his duties in the new station on 23rd July 2022 afternoon. 24th of July was a Sunday. When should he report for duty at new station? സ്വന്തം അഭ്യർത്ഥന പ്രകാരം ഒരു ഉദ്യോഗസ്ഥനെ 78 കിലോമീറ്റർ അകലെയുള്ള പുതിയ സ്റ്റേഷനിലേക്ക് മാറ്റി. 23 ജൂലൈ 2022 അപരാഹ്നം പഴയ സ്റ്റേഷനിലെ ചുമതലകളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. ജൂലൈ 24 ഞായറാഴ്ചയായിരുന്നു. അവൻ എപ്പോഴാണ് പുതിയ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ആൻസർ 25 ജൂലൈ 2022 ഫോർനൂൺ. What is the maximum period for which deputation to foreign service will be sanctioned at a time? വിദേശ സേവനത്തിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ ഒരു സമയം അനുവദിക്കുന്ന പരമാവധി കാലയളവ് എത്രയാണ്? ആൻസർ 5 years, 5 വർഷം. What is the maximum basic pension admissible to a grade 1 officer in government service? ഗവൺമെൻറ് സർവീസിലെ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് അനുവദനീയമായ പരമാവധി അടിസ്ഥാന പെൻഷൻ എത്രയാണ്? ഇത് 2021 പേ റിവിഷൻ പ്രകാരമുള്ള ചോദ്യമാണ്. ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ₹83,400, 83,400 രൂപ. Full interruption will be counted for pension if the period of interruption did not exceed. തടസ്സത്തിൻ്റെ കാലയളവ് കവിഞ്ഞില്ലെങ്കിൽ പെൻഷനായി മുഴുവൻ തടസ്സവും കണക്കാക്കും. ആൻസർ 1 year, ഒരു വർഷം. The place of visit can be any place in India subject to a maximum of kilometers combined distance to and fro journeys to the destination, subject to other provisions in the rules for the granting of leave travel allowance. ലീവ് ട്രാവൽ അലവൻസ് പ്രകാരം നമുക്ക് അനുവദനീയമായ യാത്രയ്ക്കുള്ള കിലോമീറ്ററിൻ്റെ പരിധിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 6,500 കിലോമീറ്റർ, 6,500 കിലോമീറ്റർ. നെക്സ്റ്റ് പെൻഷൻ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം KSRൽ വരുന്നതൊക്കെ കൂടി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ആൻ എംപ്ലോയി വിഷസ് ടു വിഡ്രോ resignation, it may either be permitted or rejected. But when a request for withdrawal, which was the already became effective, is accepted, he concurrence of which authority is required? ഒരു ജീവനക്കാരൻ രാജി പിൻവലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് അനുവദിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. എന്നാൽ ഇതിനകം പ്രാബല്യത്തിൽ വന്ന പിൻവലിക്കുന്നതിനുള്ള അഭ്യർത്ഥന സ്വീകരിക്കുമ്പോൾ ഏത് അധികാരത്തിൻ്റെ സമ്മതം ആവശ്യമാണ്? ആൻസർ ബോത്ത് ഫിനാൻസ് ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ധനകാര്യവും പബ്ലിക് സർവീസ് കമ്മീഷനും. വെൻ മാറ്റർ ഓഫ് ഫാമിലി ഓഫ് ആൻ ഓഫീസർ ഫോളോസ് ഹിം within 6 months from the date of transfer,
The date of transfer to the officer means the date on which the officer. ഒരു ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തിലെ അംഗം സ്ഥലം മാറ്റ തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ അവനെ പിന്തുടരുമ്പോൾ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയ തീയതി അർത്ഥമാക്കുന്നത് ഉദ്യോഗസ്ഥൻ ഏത് രീതിയിലാണ്? ആൻസർ ടേക്സ് ഓവർ ചാർജ് അറ്റ് ദ ന്യൂ സ്റ്റേഷൻ. പുതിയ സ്റ്റേഷൻ്റെ ചുമതല ഏറ്റെടുക്കുന്നു. An officer on vacation department had not enjoyed the vacation for 20 days. Total number of vacation is 60 days. The earned leave due to him is. ഒരു അവധിക്കാല വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ 20 ദിവസമായി അവധി ആസ്വദിച്ചിരുന്നില്ല. ആകെ അവധിക്കാലം 60 ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ലഭിക്കേണ്ട സമ്പാദ്യ അവധി അല്ലെങ്കിൽ ഏൺ ലീവ്. ഇവിടെ ആൻസർ 10 days, 10 ദിവസം. ഹാഫ് പേ ലീവ് വിൽ അക്രൂ സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ്. ഹാഫ് പേ ലീവ് പരമാവധി വിധേയമായി ലഭിക്കുന്നത്. ആൻസർ നോ സെയിലിംഗ്, പരിധിയില്ല. ഗവൺമെൻറ് സർവൻസ് റെപ്രസെൻറ്റിംഗ് ഇന്ത്യ ഇൻ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് ആർ അലൗഡ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് നോട്ട് എക്സീഡിംഗ്. അന്താരാഷ്ട്ര ഇവൻറ്റുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകം അനുവദനീയമായ കാഷ്വൽ ലീവ് എത്രയാണ്? ആൻസർ 90 days, 90 ദിവസം. കോമ്പൻസേറ്ററി അലവൻസസ് ഇൻക്ലൂഡിംഗ് HRA ആൻഡ് CCA പേയബിൾ ടു ആൻ ഓഫീസർ അണ്ടർ സസ്പെൻഷൻ അപ് ടു എ പീരീഡ് ഓഫ് ഡാഷ് ഡേയ്സ്. സസ്പെൻഷനിലായ ഒരു ഉദ്യോഗസ്ഥന് ഡാഷ് ദിവസങ്ങളുടെ കാലയളവ് വരെ HRA, CCA എന്നിവ ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാര അലവൻസുകൾ നൽകണം. ആൻസർ 180 days, 180 ദിവസം. എ ഗവൺമെൻറ് സർവൻറ്റ് ഹൂ ഹാസ് ബീൻ ഗ്രാൻഡഡ് ലീവ് നോട്ട് ഡ്യൂ അപ്ലൈസ് ഫോർ പെർമിഷൻ ടു റിട്ടയർ വളണ്ടറിലി. അവധി ലഭിക്കാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സ്വമേധയാ വിരമിക്കാനുള്ള അനുമതിക്കായി അപേക്ഷിക്കുന്നു. ആൻസർ ദ LND അലൗഡ് ഷുഡ് ബി ക്യാൻസൽഡ്. അനുവദിച്ച LND റദ്ദാക്കണം. പെൻഷൻ സീസസ് പേയബിൾ ഇഫ് ഇറ്റ് റിമൈൻസ് അൺഡ്രോൺ ഫോർ. ഡാഷ് പെൻഷൻ എടുക്കാതെ തുടരുകയാണെങ്കിൽ പെൻഷൻ നൽകുന്നത് നിർത്തലാക്കും. ആൻസർ മോർ ദാൻ 3 years, 3 വർഷത്തിൽ കൂടുതൽ. ദ മിനിമം സർവീസ് റിക്വയർഡ് ഫോർ അവൈലിംഗ് NRA ഫ്രം GPF അക്കൗണ്ട് ഈസ്. GPF അക്കൗണ്ടിൽ നിന്ന് NRA ലഭിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സേവനം. ആൻസർ 10 years, 10 വർഷം. An officer in transit from one post to another ranks in the grade. ഒരു തസ്തികയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഡാഷ് ഗ്രേഡിലുള്ള റാങ്കിന് അർഹനായിരിക്കും. ആൻസർ ലോവർ ഓഫ് ദ 2 posts വുഡ് എൻടൈറ്റിൽ ഹിം. 2 തസ്തികയിൽ താഴെയുള്ളത് അദ്ദേഹത്തിന് നൽകും. The officer transferred who has travelled by road is accompanied by his wife, 2 children and his dependent father. He claimed road mileage for all members of his family. Comment. സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥൻ തൻ്റെ ഭാര്യയും 2 കുട്ടികളും അവൻ്റെ ആശ്രിതനായ പിതാവിനോടൊപ്പം റോഡ് മാർഗം വഴി യാത്ര ചെയ്യുന്നു. തൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും റോഡ് മൈലേജ് അവകാശപ്പെട്ടു. അഭിപ്രായം. താഴ്ത്തന്നിരിക്കുന്ന സെൻറ്റൻസ് വായിച്ചിട്ട് ഇത് കറക്റ്റാണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ആൻസർ ഓപ്ഷൻ C ആണ്. 2 road mileage is admissible irrespective of the number of persons travel. യാത്ര ചെയ്ത ആളുകളുടെ എണ്ണം പരിഗണിക്കാതെ 2 പേർക്ക് റോഡ് മൈലേജ് അനുവദനീയമാണ്. An officer left the station for anti-rabies treatment as the treatment was not available in the station and produced certificate to this effect. Comment on his admissibility for TA. സ്റ്റേഷനിൽ
ചികിത്സ ലഭ്യമല്ലാത്തതിനാൽ ഒരു ഉദ്യോഗസ്ഥൻ പേവിഷബാധയ്ക്കെതിരെയുള്ള ചികിത്സയ്ക്കായി സ്റ്റേഷൻ വിട്ടു. ടി എക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് അഭിപ്രായം പറയുക. ആൻസർ: ടി എ ഈസ് അഡ്മിസിബിൾ. ടി എ അനുവദനീയമാണ്. ഫാമിലി ഫോർ ദ പർപ്പസ് ഓഫ് റൂൾസ് ഫോർ ജോയിനിങ് ഓൺ ട്രാൻസ്ഫർ ഇൻക്ലൂഡ്. ട്രാൻസ്ഫർ ചേരുന്നതിനുള്ള നിയമങ്ങളുടെ ഉദ്ദേശ്യത്തിനായി കുടുംബം ഉൾപ്പെടുന്നു. ആൻസർ: വൈഫ്, ചിൽഡ്രൻ ആൻഡ് സ്റ്റെപ്പ് ചിൽഡ്രൻ റിസൈഡിങ് വിത്ത് ദ വോളി ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിം. ഭാര്യ, കുട്ടികൾ, അവനോടൊപ്പം താമസിക്കുന്ന, പൂർണ്ണമായും ആശ്രയിക്കുന്നതുമായ സ്റ്റെപ്പ് ചിൽഡ്രൻ, ഇവരെല്ലാവരും ജോയിനിങ് ഓൺ ട്രാൻസ്ഫറിൽ ഉൾപ്പെടുന്നവരാണ്. റൂൾ ഡാഷ് ഡീൽസ് വിത്ത് ദ ചെക്സ് ടു ബി എക്സസൈസ്ഡ് ബൈ എ കൺട്രോളിംഗ് ഓഫീസർ ബിഫോർ കൗണ്ടർ സൈനിങ് ടി എ ബിൽസ്. ഇത് പുസ്തകം നോക്കി എഴുതേണ്ട ചോദ്യമാണ്. താഴെ പറയുന്ന റൂളുകളിൽ ഏത് റൂളാണ് കൺട്രോളിംഗ് ഓഫീസർ ടി എ ബില്ലിലെ കൗണ്ടർ സൈനിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റൂൾ 116 പാർട്ട് 2 KSR. അപ്പോൾ റൂള് 116 പാർട്ട് 2 KSR നോക്കിയിട്ട് നമുക്ക് ഉത്തരത്തിലെത്താവുന്നതാണ്. നെക്സ്റ്റ്, ദ റേറ്റ് ഓഫ് സ്പെഷ്യൽ അലവൻസ് അഡ്മിസിബിൾ ടു ഡിഫറൻ്റ്ലി ഏബിൾഡ് എംപ്ലോയി ഈസ്. ഭിന്നശേഷിയുള്ള ജീവനക്കാരന് അനുവദനീയമായ പ്രത്യേക അലവൻസിൻ്റെ നിരക്ക് എത്രയാണ്? ആൻസർ: ₹1100, 1100 രൂപ. നെക്സ്റ്റ്, സാലറി സ്കെയിൽ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതിൻ്റെ എല്ലാം വിശദീകരണം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ് വിത്ത് എഫക്റ്റ് ഫ്രം. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് നിർത്തലാക്കിയത് എന്ന് മുതലാണ്? ആൻസർ: ഓപ്ഷൻ സി, മാർച്ച് 1, 2021. നമ്മുടെ പുതിയ പേ റിവിഷൻ 2021 ഉള്ളത് പ്രാബല്യത്തിലായത് മാർച്ച് 1, 2021 മുതലാണ്. അപ്പോൾ തൊട്ട് ഈ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ KSRൻ്റെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ പേ റിവിഷൻ്റെ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലീവ് സാലറി ഫോർ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവിനുള്ള ലീവ് സാലറി. ആൻസർ: ഏൺ ലീവ് ഫോർ ദ ഫസ്റ്റ് 4 months ആൻഡ് ഹാഫ് പേ ലീവ് സാലറി ഫോർ ദ റിമൈനിങ് പീരീഡ്. ആദ്യ 4 മാസത്തേക്ക് സമ്പാദിച്ച അവധിയും ശേഷിക്കുന്ന കാലയളവിലേക്ക് HPL ശമ്പളവും. An officer appointed to hold full additional charge of a post has to perform. ഒരു തസ്തികയുടെ മുഴുവൻ അധിക ചുമതല വഹിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ താഴെ പറയുന്നവ ചെയ്യണം. ആൻസർ: all of the above. That means administrative functions and duties in respect of that post, financial functions and duties in respect of that post, statutory functions and duties of that post. ഈ 3 കാര്യങ്ങളും അദ്ദേഹം നിർവഹിക്കേണ്ട ചുമതലകളാണ്. Recurring on non-recurring payment to an officer from any source other than the general revenue of the state is known as. മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥന് ആവർത്തിച്ചിട്ടുള്ളതോ അല്ലാത്തതോ ആയ പേയ്മെൻറ്റ് സംസ്ഥാനത്തിൻ്റെ പൊതുവരുമാനം എന്ന് അറിയപ്പെടുന്നു. ആൻസർ: ഫീസ്. ഇത് KSRൻ്റെ ഡെഫിനിഷൻസിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. KSRൻ്റെ വോളിയം 1 ആദ്യത്തെ 2ാമത്തെ ചാപ്റ്ററിലൊക്കെ ആയിട്ട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ്. അക്രൂവൽ ഓഫ് ഹാഫ് പേ ലീവ് ഈസ് അറ്റ് 20 days ഇൻ റെസ്പെക്റ്റ് ഓഫ്. ഡാഷുമായി ബന്ധപ്പെട്ട് അറ്റ് 20 ദിവസമാണ് HPLൻ്റെ ശേഖരണം. ആൻസർ: ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. പൂർത്തിയാക്കിയ ഓരോ സേവന വർഷവും. നെക്സ്റ്റ്, സാലറി ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. The minimum
പീരീഡ് ഓഫ് ബാർ ഓഫ് ഇൻക്രിമെൻറ്റ്സ് വിത്ത് കമ്യുലേറ്റീവ് ഇഫക്റ്റ് ഈസ്. ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉള്ള ഇൻക്രിമെൻറ്റുകളുടെ ഏറ്റവും കുറഞ്ഞ കാലയളവ് എത്രയാണ്? ആൻസർ 1 ഇയർ, ഒരു വർഷം. നെക്സ്റ്റ് ഇൻക്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ ക്ലർക്ക് ഡ്രോവിംഗ് Rs 24,000 ആസ് സ്കെയിൽ ഓഫ് പേ വിത്ത് എഫക്റ്റ് ഫ്രം 1st August 2020 was promoted as senior clerk with effect from 1st February 2021 was reverted to lower post for want of vacancy on 11 May 2021. When will he get his next increment as clerk? 1/8/2020 ശമ്പള സ്കെയിലായി 24,000 രൂപ എടുക്കുന്ന ഒരു ക്ലർക്കിന് സീനിയർ ക്ലർക്കായി പ്രൊമോഷൻ ലഭിച്ചു. 11/5/2021 ഒഴിവില്ലാത്തതിനാൽ 1/2/2021 താഴ്ന്ന തസ്തികയിലേക്ക് പുനഃസ്ഥാപിച്ചു. ക്ലർക്ക് എന്ന നിലയിൽ അടുത്ത ഇൻക്രിമെൻറ്റിന് എപ്പോഴാണ് ലഭിക്കുക? ആൻസർ 1st August 2021. അപ്പോൾ ഈ ഇൻക്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മറ്റ് പ്രോബ്ലംസ് എല്ലാം കൂടി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ആൻ ഓഫീസർ ഈസ് എലിജിബിൾ ടു റിസീവ് വിത്തൗട്ട് സ്പെഷ്യൽ പെർമിഷൻ. പ്രത്യേക അനുമതിയില്ലാതെ ഡാഷ് സ്വീകരിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് അർഹതയുണ്ട്. ആൻസർ ഓൾ ഓഫ് ദ എബോവ്. That means any reward payable in accordance with the provisions of any act or regulation or rules framed thereunder, the premium awarded for an essay in or plan in public competition, any reward offered for the arrest of a criminal or for information or special service in connection with the administration of justice. ഈ മൂന്നും ഇതിൻ്റെ ആൻസേഴ്സാണ്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ഈസ് അഡ്മിസിബിൾ ടു. പ്രത്യേക വൈകല്യ അവധി അനുവദനീയമാണ്. ആൻസർ എനി ഓഫീസർ ടു ദ ഗവൺമെൻറ് ഓഫ് കേരള. കേരള സർക്കാരിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്, എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇത് അനുവദനീയമാണ്. ദ ബെനിഫിറ്റ് ഓഫ് എനി ഇൻക്രീസ് ഇൻ പേ ഡ്യൂ ടു ഇൻക്രിമെൻറ്റ് ഫെയിലിംഗ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സസ്പെൻഷൻ വിൽ ബി അഡ്മിസിബിൾ. സസ്പെൻഷൻ കാലയളവിലെ ഇൻക്രിമെൻറ്റ് കുറയുന്നതിനാൽ ശമ്പളത്തിലുണ്ടാകുന്ന വർധനയുടെ ആനുകൂല്യം സ്വീകാര്യമായിരിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ നോട്ട് കറക്റ്റ്, ഇൻ അഡ്മിസിബിൾ. ശരിയല്ല, സ്വീകാര്യമല്ല. ദ മിനിമം ബേസിക് പെൻഷൻ ഓഫ് പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് എംപ്ലോയീസ് അറ്റ് പ്രസൻറ്റ് ഈസ്. പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന പെൻഷൻ എത്രയാണ്? ആൻസർ 5,750, 5,750 രൂപ. ദ ലാസ്റ്റ് ഡേ ഓഫ് സർവീസ് ഓഫ് ആൻ എംപ്ലോയി റിട്ടയറിംഗ് ഓൺ ഇൻവാലിഡ് പെൻഷൻ വിൽ ബി. അസാധുവായ പെൻഷനിൽ വിരമിക്കുന്ന ഒരു ജീവനക്കാരൻ്റെ സേവനത്തിൻ്റെ അവസാന ദിവസം ഡാഷ് ഇതായിരിക്കും. ആൻസർ ഡേറ്റ് ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻവാലിഡേഷൻ. അസാധുവാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ തീയതി. പ്രൊമോഷൻസ് നോട്ട് ഇൻവോൾവിംഗ് ചേഞ്ച് ഓഫ് ഡ്യൂട്ടീസ് ഷാൾ ഹാവ് ഇഫക്റ്റ് ഫ്രം. ഡ്യൂട്ടി മാറ്റം ഉൾപ്പെടാത്ത പ്രൊമോഷനുകൾ പ്രാബല്യത്തിൽ വരുന്നത്. ആൻസർ ഡേറ്റ് ഓഫ് ഒക്കറൻസ് ഓഫ് വേക്കൻസി. ഒഴിവ് വന്ന തീയതി. എ ഗവൺമെൻറ് സർവൻറ്റ് ത്രോൺ ഔട്ട് ഓഫ് സർവീസ് ഫോർ വാണ്ട് ഓഫ് വേക്കൻസി ആൻഡ് അഗെയിൻ reappointed after a break in the same post carrying the same time scale of can count his prior service for the purpose of increment under. ഇത് പുസ്തകം നോക്കി എഴുതേണ്ട ചോദ്യമാണ്. താഴെ പറയുന്ന KSR റൂളുകളിൽ എവിടെയാണ് മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. റൂൾ 33A പാർട്ട് 1 KSRലാണ് ഒഴിവില്ലാത്തതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന് അതേ തസ്തികയിൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിയമനം ലഭിച്ചാൽ അതേ സമയ സ്കെയിലിൽ ഇൻക്രിമെൻ്റായി അവൻ്റെ മുൻകാല സർവീസ് കണക്കാക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓൺ ട്രാൻസ്ഫർ ഓഫ് ആൻ ഓഫീസർ ദ ഫാമിലി മെമ്പേഴ്സ് ക്യാൻ എയ്തർ പ്രിസീഡ്സ് ഓർ ഫോളോ ദ ഓഫീസർ. ഇൻ കേസ് ദ ഫാമിലി ഫോളോ ദ ഓഫീസർ ദ ടൈം ലിമിറ്റ് ഈസ്. ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഒന്നുകിൽ ഉദ്യോഗസ്ഥന് മുമ്പോ പിന്തുടരുകയോ ചെയ്യാം.
കുടുംബം ഉദ്യോഗസ്ഥനെ പിന്തുടരുകയാണെങ്കിൽ സമയപരിധി എത്രയാണ്? ആൻസർ നോട്ട് മോർ ദാൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. കൈമാറ്റം ചെയ്ത തീയതി മുതൽ 6 മാസത്തിൽ കൂടരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ DA ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എ ഗ്രേഡ് 1 ഓഫീസർ വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ട്രിവാൻഡ്രം proceeds to a place 12 kilometers away from the headquarters at 9 a.m. on 1st December 2019 and returns at 3 p.m. on the same day. TA admissible to him is. ഒരു ഗ്രേഡ് 1 ഓഫീസർ 1/12/2019 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്തുള്ള ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയും അതേ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മടങ്ങുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് അനുവദനീയമായ TA എത്രയാണ്? ആൻസർ 1 DA, ഒരു DA. അപ്പോൾ DA ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. The journey on transfer of an officer is held to begin or end at. ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്ഥലമാറ്റത്തിനായുള്ള യാത്ര ഇവിടെ ആരംഭിക്കുന്നതിനോ അവസാനിക്കുന്നതിനോ ആണ്. ആൻസർ ദ റെസിഡൻസ് ഓഫ് ആൻ ഓഫീസർ, ഒരു ഉദ്യോഗസ്ഥൻ്റെ വസതി. ടൈം ലിമിറ്റ് ടു അവൈൽ പാറ്റേണിറ്റി ലീവ് ഈസ്. പിതൃത്വ അവധി ലഭിക്കുന്നതിനുള്ള സമയപരിധി ഏതാണ്? ആൻസർ അപ് ടു 10 days ബിഫോർ ഓർ വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെലിവറി. ഡെലിവറി തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ 10 ദിവസം മുമ്പ് വരെ. The amount of subsistence allowance will be amount equal to. ഉപജീവന അലവൻസിൻ്റെ തുക ഇതിന് തുല്യമായിരിക്കും. ആൻസർ ഹാഫ് പേ ലീവ് സാലറി, പകുതി ശമ്പള അവധി ശമ്പളം. നെക്സ്റ്റ്, the last pay drawn by an officer is 91,200. The rate of DA admissible to him is 7%. He had a qualifying service of 33 years. The DCRG admissible to him on retirement will be. DCRG കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം കൂടി സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കമ്പൾസറി റിട്ടയർമെൻറ്റ് മീൻസ്, നിർബന്ധിത വിരമിക്കൽ അർത്ഥമാക്കുന്നത്. ആൻസർ ആസ് പെർ റൂൾ ബൈ വിച്ച് ആൻ ഓഫീസർ ഈസ് ടു റിട്ടയർ ഫ്രം സർവീസ് അറ്റ് എ പെർട്ടിക്കുലർ ഏജ്. റൂൾ പ്രകാരം ഒരു ഉദ്യോഗസ്ഥൻ ഒരു പ്രത്യേക പ്രായത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കൽ. റെസിഡ്യൂറി ഗ്രാറ്റുവിറ്റി ഈസ് കാൽക്കുലേറ്റഡ് വെൻ ആൻ എംപ്ലോയീസ് ഡെത്ത് ഒക്കേർഡ്. ഒരു ജീവനക്കാരൻ്റെ മരണം സംഭവിക്കുമ്പോൾ റെസിഡ്യൂറി ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നു. ആൻസർ ആഫ്റ്റർ റിട്ടയർമെൻറ്റ്, വിരമിച്ച ശേഷം. An officer with no cash leave in his credit attended office late for 3 days during October. The proper course of action in such cases. ക്യാഷ് ലീവ് ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഒക്ടോബറിൽ 3 ദിവസം വൈകി ഓഫീസിൽ ഹാജരായി. ഇത്തരം സന്ദർഭങ്ങളിൽ ശരിയായ നടപടി ഏതാണ്? ആൻസർ ഡിസിപ്ലിനറി ആക്ഷൻ ഷാൾ ബി ഇനിഷ്യേറ്റഡ്. അച്ചടക്ക നടപടി ആരംഭിക്കും. A regards recovery of overpayments, there is no bar to effect the same from the subsistence allowance, but such recoveries of overpayments should not ordinarily be made at a rate greater than dash of the amount of subsistence allowance. That means exclusive of dearance allowance, if any, admissible to him. ഓവർ പേയ്മെൻറ്റുകൾ വീണ്ടെടുത്ത് സംബന്ധിച്ച് ഉപജീവന അലവൻസിൽ നിന്ന് അതേ തീയതിയിൽ പ്രാബല്യത്തിൽ വരുന്നതിന് തടസ്സമില്ല. എന്നാൽ അധിക പേയ്മെൻറ്റുകളുടെ അത്തരം വീണ്ടെടുക്കൽ സാധാരണഗതിയിൽ ഉപജീവന അലവൻസിൻ്റെ ഡാഷ് എന്നതിനേക്കാൾ കൂടുതലുള്ള നിരക്കിൽ നടത്തരുത്. അതായത് വിലക്കുറവ് ഒഴികെ അലവൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് സ്വീകാര്യമാണ്. ആൻസർ 1/3, 1/3. An officer after continuous absence of 5 years shall be removed from duty following the procedure laid down in the. ഒരു ഉദ്യോഗസ്ഥൻ 5 വർഷത്തെ തുടർച്ചയായ അഭാവത്തിനു ശേഷം താഴെ പറയുന്ന നടപടിക്രമങ്ങൾ പാലിച്ച് ഡ്യൂട്ടിയിൽ നിന്ന് നീക്കം ചെയ്യണം.
ആൻസർ KCS, CC and A rules. നെക്സ്റ്റ് സാലറി ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനും സാലറി ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. When an officer is appointed to hold full additional charge of in addition to his own, he will be eligible for special allowance of dash of the minimum of the scale of that post. ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം ചുമതല കൂടാതെ പൂർണ്ണ അധിക ചുമതല വഹിക്കാൻ നിയോഗിക്കുമ്പോൾ ആ തസ്തികയുടെ ഏറ്റവും കുറഞ്ഞ സ്കെയിലിൻ്റെ ഡാഷ് പ്രത്യേക അലവൻസിന് അയാൾ യോഗ്യനായിരിക്കും. ആൻസർ 4%, 4%. When premature increment is granted to an officer, next increment is due on. ഒരു ഉദ്യോഗസ്ഥനെ അകാല ഇൻക്രിമെൻ്റ് അനുവദിക്കുമ്പോൾ അടുത്ത ഇൻക്രിമെൻ്റ് നൽകേണ്ടത്. ആൻസർ ഓൺ ദ ഡേറ്റ് ഓഫ് ദ നോർമൽ ഇൻക്രിമെൻ്റ്, സാധാരണ ഇൻക്രിമെൻ്റ് തീയതിയിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്ക്രിപ്ഷൻ ഷാൾ ബി ലീവഡ് ഫ്രം സബ്സിസ്റ്റൻസ് അലവൻസ്? ഇനി പറയുന്ന സബ്സ്ക്രിപ്ഷനുകളിൽ ഏതാണ് ഉപജീവന അലവൻസിൽ നിന്ന് ഈടാക്കേണ്ടത്? ആൻസർ ഇൻകം ടാക്സ്, ആദായ നികുതി. ദ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് പ്രൈമറി സ്കൂൾ ടീച്ചർ ഈസ് 1st July 1967. ഹിസ് ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് വിൽ ബി. ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ്റെ ജനനതീയതി 1/7/1967 ആണ്. അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ തീയതി ഇതായിരിക്കും. ആൻസർ 30th June 2023, 30 June 2023. As per Rule 30 KSR Part 1, the pay drawn in the previous scale is not a stage. Then the pay in the revised scale may be fixed at the lower stage, the difference being treated as. ഇത് പുസ്തകം നോക്കി എഴുതേണ്ട ചോദ്യമാണ്. ഇവിടെ റൂൾ 30 KSR Part 1 ബന്ധപ്പെട്ട ചോദ്യമാണ്. ആയത് പ്രകാരം മുൻ സ്കെയിലിൽ എടുത്ത ശമ്പളം ഒരു ഘട്ടമല്ല, തുടർന്ന് പുതുക്കിയ സ്കെയിലിലെ ശമ്പളം താഴ്ന്ന ഘട്ടത്തിൽ നിശ്ചയിക്കാം. വ്യത്യാസം ഇതായി കണക്കാക്കാം. ആൻസർ പേഴ്സണൽ പേ ടു ബി അബ്സോർബ്ഡ് ഇൻ ഫ്യൂച്ചർ ഇൻക്രീസ് ഇൻ പേ. ഭാവിയിലെ ശമ്പള വർധനയിൽ വ്യക്തിഗത വേതനം ഉൾക്കൊള്ളണം. അപ്പോൾ KSR റൂൾ 30 Part 1 റെഫർ ചെയ്യുക. നെക്സ്റ്റ്, for transportation of personnel effect by road, an officer may draw the actual cost of transport limited to the mileage allowance at dash the rate of applicable to him. വ്യക്തിഗത ഇഫക്റ്റ് റോഡ് വഴി ഗതാഗതത്തിനായി ഒരു ഉദ്യോഗസ്ഥന് മൈലേജ് അലവൻസിലേക്ക് പരിമിതിപ്പെടുത്തിയിട്ടുള്ള യഥാർത്ഥ ഗതാഗത ചെലവ് ഡാഷ് എന്ന നിരക്കിൽ എടുക്കാം. ആൻസർ ത്രൈസ്, 3 തവണ. The KSRs were issued in 1959 by the Governor of Kerala under the provisions contained in Article Dash of the Constitution of India. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഡാഷിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം കേരള ഗവർണർ 1950 KSR പുറപ്പെടുവിച്ചു. ആൻസർ ആർട്ടിക്കിൾ 309, ആർട്ടിക്കിൾ 309. പെൻഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ടൈപ്സ്. പെൻഷൻ ഡാഷ് തരങ്ങളായി തിരിച്ചിരിക്കുന്നു. ആൻസർ 4, 4 പെൻഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ ആവറേജ് എംപ്ലോയ്മെൻറ്റ്സ് ഓഫ് ആൻ ഓഫീസർ ഈസ് 64,450. ഹി ഹാസ് എ ടോട്ടൽ സർവീസ് ഓഫ് 23 years. വാട്ട് വിൽ ബി ദ പെൻഷൻ അഡ്മിസിബിൾ ടു ദ ഓഫീസർ? ഇത് പെൻഷൻ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഡി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഡി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോളണ്ടറിലി റിട്ടയർമെൻറ്റ് ഓഫ് ആൻ എംപ്ലോയി ഷാൾ ബിക്കം ഇഫക്റ്റീവ്. ഒരു ജീവനക്കാരൻ്റെ സ്വമേധയാ വിരമിക്കൽ പ്രാബല്യത്തിൽ വരും. ആൻസർ ഓൺ ദ ഗ്രാൻഡ് ഓഫ് പെർമിഷൻ ബൈ ദ അതോറിറ്റി കോമ്പറ്റൻറ്റ് ടു മേക്ക് അപ്പോയിൻമെൻറ്റ് ടു ദാറ്റ് പോസ്റ്റ്.
ആ തസ്തികയിലേക്ക് നിയമനം നടത്താൻ അധികാരമുള്ള അധികാരി അനുമതി നൽകിയാൽ. A clerk was thrown out of employment owing to a reduction of establishment is reappointed to the same post. Is he eligible for TA and DA? സ്ഥാപനത്തിലെ കുറവ് കാരണം ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ക്ലർക്ക് അതേ തസ്തികയിലേക്ക് വീണ്ടും നിയമനം നടത്തുന്നു. അവൻ TA, DA എന്നിവയ്ക്ക് യോഗ്യനാണോ? ആൻസർ: ഹി ഈസ് എലിജിബിൾ ഫോർ TA ഫോർ ദ ജേർണി ആൻഡ് നോട്ട് DA ഫോർ ഹോൾട്ട്. യാത്രയ്ക്ക് TA യോഗ്യനാണ്, ഹാൾട്ടിനുള്ള DA അല്ല. The right for reimbursement of LTC claim of an officer who has not drawn any advance will stand forfeited or deemed to have been relinquished if the claim for it is not preferred within. മുൻകൂർ അനുമതിയൊന്നും എടുക്കാതെ ഒരു ഉദ്യോഗസ്ഥൻ്റെ LTC ക്ലെയിം റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള അവകാശം, അതിനുള്ള ക്ലെയിം അതിനുള്ളിൽ മുൻഗണന നൽകുന്നില്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ഉപേക്ഷിക്കുകയോ ആയിട്ട് കണക്കാക്കുകയും ചെയ്യും. ആൻസർ: 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ഓൺവേർഡ് ജേർണി. മുന്നോട്ടുള്ള യാത്ര പൂർത്തിയാക്കിയ തീയതി മുതൽ 3 മാസം. When a pensioner is convicted of a serious crime, the government may withdraw part of his pension for a specified period in consultation with. ഒരു പെൻഷൻകാരൻ ഗുരുതരമായ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുമ്പോൾ സർക്കാരുമായി കൂടിയാലോചിച്ചതിന് ഒരു നിശ്ചിത കാലയളവിലേക്ക് അവൻ്റെ പെൻഷൻ്റെ ഒരു ഭാഗം പിൻവലിക്കാം. ആൻസർ: കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ക്വസ്റ്റ്യൻ 65ൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ? ഒരു ഉദ്യോഗസ്ഥന് അനുവദിക്കാവുന്ന സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റിൻ്റെ പരമാവധി എണ്ണം എത്രയാണ്? ആൻസർ: 5 out of which 4 will be annual, 1 biennial. 5 എണ്ണത്തിൽ 4 എണ്ണം വാർഷികവും 1 ബൈലീനിയൽ ആയിരിക്കും. നെക്സ്റ്റ് TA കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻ ഓഫീസർ with his headquarters at Station A proceeded to Station B, which was 8 kilometers away. From there, he proceeded to Station C, traveling 7 kilometers. He then returned to his headquarters, traveling 6 kilometers. Your opinion on his admissibility for TA? സ്റ്റേഷൻ A ആസ്ഥാനത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ 8 കിലോമീറ്റർ അകലെയുള്ള B സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ച് C സ്റ്റേഷനിലെത്തി. തുടർന്ന് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ആസ്ഥാനത്തേക്ക് മടങ്ങി. ടിഎയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ആൻസർ: ഹി ഈസ് നോട്ട് എൻടൈറ്റിൽഡ് ടു എനി അമൗണ്ട്. അയാൾക്ക് ഒരു തുകയ്ക്കും അർഹതയില്ല. നെക്സ്റ്റ് പെൻഷൻ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 46,700. നെക്സ്റ്റ് ക്വസ്റ്റ്യനും പെൻഷൻ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 27,360. നെക്സ്റ്റ് പെൻഷൻ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ എല്ലാം വിശദീകരണം എല്ലാം നമ്മൾ ഒരുമിച്ച് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. Next question: when recovery of excess payment is made from the pension of an officer, the rate of recovery should not exceed. ഒരു ഉദ്യോഗസ്ഥൻ്റെ പെൻഷനിൽ നിന്ന് അധിക പേയ്മെൻറ്റ് വീണ്ടെടുക്കുമ്പോൾ വീണ്ടെടുക്കൽ നിരക്ക് ഡാഷ് കവിയാൻ പാടില്ല. ആൻസർ: 10% ഓഫ് മന്ത്ലി പെൻഷൻ. പ്രതിമാസ പെൻഷൻ്റെ 10%. നെക്സ്റ്റ് പെൻഷൻ കാൽക്കുലേഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 87,200. ദ DA അഡ്മിസിബിൾ ടു ആൻ ഓഫീസർ ഓൺ ഹാൾട്ട് നോട്ട് എക്സീഡിങ് 30 hours ഈസ്. 30 മണിക്കൂറിൽ കൂടാത്ത ഹാൾട്ടിലുള്ള ഉദ്യോഗസ്ഥന് അനുവദനീയമായ DA. ആൻസർ: 1 DA. നെക്സ്റ്റ് ക്വാളിഫയിങ് സർവീസ് കണക്കാക്കാനുള്ള ചോദ്യമാണ്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ദ ക്വാളിഫയിങ് സർവീസ് ഓഫ് ആൻ ഓഫീസർ. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 28 years. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും.
ഡാഷ് ഈസ് കൺവേർഷൻ വിത്ത് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഓഫ് വൺ കൈൻഡ് ഓഫ് ലീവ് ഇൻ ടു അനദർ കൈൻഡ്. ഡാഷ് എന്നത് ഒരു തരത്തിലുള്ള ലീവ് മറ്റൊരു തലത്തിലേക്ക് മുൻകാല പ്രാബല്യത്തോടെയുള്ള പരിവർത്തനമാണ്. ആൻസർ ലീവ് കമ്മ്യൂട്ടേഷൻ. കമ്മ്യൂട്ടേഷൻ ഓഫ് ലീവ്. ദ മിനിമം ബേസിക് പെൻഷൻ വിത്ത് എഫക്റ്റ് ഫ്രം 1 ജൂലൈ 2019. 1/7/2019 മുതലുള്ള ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന പെൻഷൻ. ഇത് ഏറ്റവും പുതിയ പേ റിവിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പുതിയ പേ റിവിഷൻ 1/7/2019 മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ശമ്പളവും മറ്റു കാര്യങ്ങളെല്ലാം നടപ്പാക്കിയിട്ടുള്ളത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 11,500 രൂപ. ഈസ് കൺവെയൻസ് അലവൻസ് അഡ്മിസിബിൾ ഡ്യൂറിങ് ലീവ്. ലീവ് സമയത്ത് കൺവെയൻസ് അലവൻസ് അനുവദനീയമാണോ? ആൻസർ നോ, അനുവദനീയമല്ല. നെക്സ്റ്റ്, ദ റൂൾസ് ഇൻ കേരള സർവീസ് റൂൾസ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഷാൾ ബി ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്റ്റ് ഫ്രം. കേരള സർവീസ് റൂളുകളിലെ നിയമങ്ങൾ ഭാഗം 1, ഭാഗം 2 എന്നിവ ഡാഷ് തീയതിയിൽ പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കും. ആൻസർ 1 നവംബർ 1959. 1959 നവംബർ 1 KSR പാർട്ട് 1 പാർട്ട് 2 എല്ലാം പ്രാബല്യത്തിൽ വന്നത്. ഓൺ 1 January 2021 an officer applied for permission to retire voluntarily with effect from 1 July 2021, but the application was neither granted or refused. 7 on 1 July 2021. In such situation, what is the way out? 1/1/2021 ഒരു ഉദ്യോഗസ്ഥൻ സ്വമേധയാ വിരമിക്കാനുള്ള അനുമതി അപേക്ഷിച്ചു. 1/7/2021 മുതൽ പ്രാബല്യത്തിൽ വന്നു. എന്നാൽ 1/7/2021 വരെ അപേക്ഷ അനുവദിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് പോംവഴി? ആൻസർ റിട്ടയർമെൻറ്റ് ഷാൾ ബിക്കം എഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഒപ്റ്റഡ് ബൈ ദ അപ്ലിക്കൻറ്റ്. അപേക്ഷകൻ തിരഞ്ഞെടുക്കുന്ന തീയതി മുതൽ വിരമിക്കൽ പ്രാബല്യത്തിൽ വരും. എ halt a place is treated as continuous unless terminated by a absence on duty at a distance from halting place exceeding 8 km for a period not less than ഡാഷ് കുറയാത്ത കാലയളവിലേക്ക് 8 കിലോമീറ്ററിലധികം ദൂരത്തിൽ കുറയാത്ത ഒരു കാലയളവിലേക്ക് ഒരു സ്ഥലത്തേക്ക് നിർത്തുന്നത് തുടർച്ചയായി കണക്കാക്കും. ആൻസർ 3 nights, 3 രാത്രി. നെക്സ്റ്റ്, the provisional service will not be recognized as qualifying service for increment and time-bound higher grade with effect from. ഇൻക്രിമെൻറ്റും സമയബന്ധിതമായ ഉയർന്ന ഗ്രേഡിനുള്ള യോഗ്യതാ സേവനമായി താൽക്കാലിക സേവനം കണക്കാക്കില്ല. എന്ന തീയതി മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്? ആൻസർ 1 October 1994. Next question, an officer was transferred from Wayanad to Ernakulam. He was in receipt of PTA. The joining time paid to him include PTA also. What is your opinion? ഒരു ഉദ്യോഗസ്ഥനെ വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് മാറ്റി. അദ്ദേഹത്തിന് PTA രസീത് ഉണ്ട്. PTAയും ഉൾപ്പെട്ടതാണ് ജോയിനിങ് ടൈം പേയിൽ അദ്ദേഹത്തിന് നൽകിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആൻസർ PTA ഈസ് നോട്ട് അഡ്മിസിബിൾ ഡ്യൂറിങ് ജോയിനിങ് ടൈം. ചേരുന്ന സമയത്ത് PTA അനുവദനീയമല്ല. ക്വസ്റ്റ്യൻ 87 ട്രാവലിംഗ് അലവൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. എ ഗ്രേഡ് 2 ഓഫീസർ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം പത്തനംതിട്ട ടു കണ്ണൂർ. ദ മാക്സിമം amount entitled to him for loading and unloading charge at each end is. ഗ്രേഡ് 2 ഉദ്യോഗസ്ഥനെ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് മാറ്റി. ഓരോ എൻഡും ചാർജ് ലോഡ് ചെയ്യുന്നതിനും അൺലോഡ് ചെയ്യുന്നതിനുമായി അയാൾക്ക് അവകാശപ്പെട്ട പരമാവധി തുക എത്രയാണ്? ആൻസർ ₹500, 500 രൂപ. ഇത് പുതിയ പേ റിവിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആയതുകൊണ്ട് പരീക്ഷയ്ക്ക് മുമ്പ് പുതിയ പേ റിവിഷനെല്ലാം റെഫർ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. നെക്സ്റ്റ് TA കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.
Comment on the eligibility of DA on any day including Sunday and holiday. ഞായറാഴ്ചയും അവധി ദിനങ്ങളും ഉൾപ്പെടെ ഏത് ദിവസവും DAയുടെ യോഗ്യതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻസർ: admissible if certified that he has been actually and constructively in the camp. അവൻ യഥാർത്ഥമായും ക്രിയാത്മകമായും ക്യാമ്പിൽ ഉണ്ടായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ സ്വീകാര്യമാണ്. Next, an officer reverted to a lower post is eligible to get his pay fixed at. താഴ്ന്ന തസ്തികയിലേക്ക് മടങ്ങിയ ഒരു ഉദ്യോഗസ്ഥന് തൻ്റെ ശമ്പളം നിശ്ചയിക്കാൻ അർഹതയുണ്ട്. ആൻസർ: the stage which he would have drawn had not been promoted. സ്ഥാനക്കയറ്റം ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം വരയ്ക്കുന്ന സ്റ്റേജ്. A service book should be taken up for verification in the month dash every year. എല്ലാ വർഷവും ഡാഷ് മാസത്തിൽ സേവന പുസ്തകം സ്ഥിരീകരണത്തിനായി എടുക്കേണ്ടതാണ്. ആൻസർ: ഏപ്രിൽ. An officer cannot be appointed dash to a post in which another officer holds a lien. ഒരു ഉദ്യോഗസ്ഥനെ മറ്റൊരു ഉദ്യോഗസ്ഥന് ലീൻ ഉള്ള ഒരു തസ്തികയിലേക്ക് ഡാഷ് നിയമിക്കാനാവില്ല. ആൻസർ: സബ്സ്റ്റാൻറ്റീവ്ലി, കാര്യമായി. ഇത് KSRൻ്റെ ബേസിക് ഡെഫിനിഷനുകളിൽ വരുന്ന ചോദ്യമാണ്. ഇത് പുസ്തകം നോക്കി നമുക്ക് എഴുതാവുന്നതാണ്. ഇത് KSR വോളിയം 1 ഇതിനെപ്പറ്റി നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ്, ആൻ ഓഫീസർ ഹു ഹാഡ് റിട്ടയർഡ് ഫ്രം സർവീസ് ഓൺ 31st March 2022 died on 15th October 2022. The family pensioner was sanctioned to him with effect from 16 October 2022. Your opinion? 31/3/2022 സർവീസിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ 15/10/2022 മരിച്ചു. 16/10/2022 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ കുടുംബ പെൻഷൻ അദ്ദേഹത്തിന് അനുവദിച്ചു. നിങ്ങളുടെ അഭിപ്രായം? ആൻസർ: ഓപ്ഷൻ ബി, ഇൻകറക്റ്റ്. The family pension shall commence from the first day of the succeeding month. തെറ്റാണ്. അടുത്ത മാസം 1-ാം തീയതി മുതൽ കുടുംബ പെൻഷൻ ആരംഭിക്കും. The period for which the service book of an employee who resigned from service shall be retained by the head of office. സർവീസിൽ നിന്ന് രാജിവെച്ച ഒരു ജീവനക്കാരൻ്റെ സർവീസ് ബുക്ക് ഓഫീസ് മേധാവി സൂക്ഷിക്കുന്ന കാലയളവ്. ആൻസർ: 5 years, 5 വർഷം. Resignation of an appointment to take up another appointment, the service in which counts is not resignation from public service. The break between the two appointments should not exceed. മറ്റൊരു അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് ഒരു അപ്പോയിൻമെൻ്റ് രാജിവെക്കുക. അത് കണക്കാക്കുന്ന സേവനം പൊതുസേവനത്തിൽ നിന്നുള്ള രാജിയല്ല. 2 നിയമനങ്ങൾക്കിടയിൽ ഡാഷ് കവിയാൻ പാടില്ല. ആൻസർ: the minimum joining time plus public holidays. ജോയിൻ ചെയ്യുന്ന സമയവും പൊതു അവധി ദിനങ്ങളും. നെക്സ്റ്റ്, പേ റിവിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, if the pay of a government servant whose promotion or appointment to a post is found to be or to have been erroneous shall be regulated as per provisions contained in. ഇത് പുസ്തകം നോക്കി എഴുതേണ്ട ചോദ്യമാണ്. താഴെ പറയുന്ന ഏത് റൂളിലാണ് ഒരു തസ്തികയിലേക്കുള്ള പ്രമോഷനോ നിയമനമോ പിഴവുള്ളതോ അല്ലെങ്കിൽ പിഴവുള്ളതോ ആണെന്ന് കണ്ടെത്തിയാൽ അതിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾക്കനുസൃതമായി ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ശമ്പളം നിയന്ത്രിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻസർ: ഓപ്ഷൻ ബി, റൂൾ 37A പാർട്ട് 1 KSR. ഇത് KSR നോക്കി നമുക്ക് ഉത്തരത്തിലെത്താവുന്നതാണ്. In the case of officiating appointments from a higher time scale of pay to a lower time scale of pay, by direct recruitment, the officer's pay in the lower time of scale is fixed at. ഉയർന്ന സമയ സ്കെയിലിൽ നിന്ന് കുറഞ്ഞ സമയ സ്കെയിലിലേക്ക് നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് വഴി നിയമനം നടത്തുമ്പോൾ കുറഞ്ഞ സമയ സ്കെയിലിൽ ഉദ്യോഗസ്ഥന് ശമ്പളം നിശ്ചയിക്കും. ആൻസർ: minimum of the scale of the lower post to which he is appointed.
അവൻ നിയമിക്കപ്പെട്ട താഴ്ന്ന തസ്തികയുടെ ഏറ്റവും കുറഞ്ഞ ശമ്പള സ്കെയിൽ. ഇൻസെൻറ്റീവ് അവാർഡ്സ് ഇൻ ദ നാച്ചർ ഓഫ് ക്യാഷ് അവാർഡ്സ് ഫോർ മെറിറ്റോറിയസ് സർവീസ്. സുദർഹമായ സേവനത്തിനുള്ള ക്യാഷ് അവാർഡുകളുടെ സ്വഭാവത്തിലുള്ള പ്രോത്സാഹന അവാർഡുകൾ. ആൻസർ: ഷാൾ നോട്ട് ബി ഗിവൺ ടു ഗസറ്റഡ് ഓഫീസേഴ്സ്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് നൽകില്ല. അപ്പോൾ ഇത്രയാണ് KSRൻ്റെ 100 ചോദ്യങ്ങൾ 2024 ജനുവരി ഹയർ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇതിൽ ഇത്തിരി ടഫായിട്ടാണ് ചോദ്യങ്ങളെല്ലാം കാണുന്നത്. അപ്പോൾ ഇതിൽ ധാരാളം പ്രോബ്ലംസും വന്നിട്ടുണ്ട്. പക്ഷെ മുൻകാല ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടും വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രോബ്ലംസ് എല്ലാം കൂടി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകളെല്ലാം ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. മറ്റൊരു ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.